ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൂസ് കിച്ചൺ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് കാലത്ത് പുറത്തിറങ്ങിയപ്പോൾ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ക്ലൗഡി ആയിട്ടുള്ള വെതറാണല്ലേ, വെയിൽ കുറവാണ്. ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു ഞാൻ രാവിലെ തന്നെ കണ്ടത്. നമ്മുടെ അപ്പൂസ് എല്ലാവരും ഉപയോഗിക്കുന്ന സ്റ്റഡി ടേബിള് വൃത്തിയാക്കുകയും ആ മുറിയൊക്കെ അടിച്ചു വാരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മുറ്റത്ത് ഇറങ്ങി ഉലാത്തി ഇങ്ങ് വരുമ്പോഴാണ് കേട്ടോ ഈ കാഴ്ച കാണുന്നത്. ഈ കുഞ്ഞു മക്കൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എത്ര മനോഹരമാണല്ലേ. അപ്പൂസ് വൃത്തിയാക്കുമ്പോൾ ഞാനത് കണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് 2 പൂച്ചകൾ തമ്മിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ കാഴ്ചയും കണ്ടിരുന്നാൽ പോരല്ലോ, ഇവരുടെ വയറ് നിറക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേന്ന് കരുതി ഞാൻ കിച്ചണിലേക്ക് ചെന്നിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അതിനായി കുറച്ച് സവാളയും ക്യാരറ്റും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2-3 കുരുമുളക് എടുത്തിട്ട് ഞാൻ ചതക്കുകയാണ്. കുരുമുളക് പൊടിയേക്കാളും നല്ലത് ഇങ്ങനെ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഒരു നല്ല മണവും രുചിയൊക്കെ കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഈ ബ്രെഡിനകത്ത് നിന്ന് സ്ക്വയറായിട്ട് പീസ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. മുറിച്ചെടുത്ത പീസുകൾ അവിടെ വെക്കണം കേട്ടോ, നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന വെജീസിലേക്ക് മുട്ടയും ഉപ്പും നമ്മൾ നേരത്തെ ചതച്ചെടുത്ത കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പാനിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ബ്രെഡിൻ്റെ പീസുകൾ നിരത്തി വെച്ചിട്ട് അടിവശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായി വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജാസ്മിന് വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിക്കുന്നുണ്ട്. എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയ ഉടനെ അവളെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ട് വായൊക്കെ പൊള്ളി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷമത്തിലും ജാള്യതയിലുമാണ് ജാസ്മിൻ. നേരത്തെ തോട്ടത്തിലൂടെ ചുറ്റി നടക്കുമ്പോൾ ഒരു അത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് മുറിച്ച് നോക്കുകയാണ്. അത്തിപ്പഴമാണിത്, ഫിഗ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന അത്തിപ്പഴമാണ്. ഇത് കുറച്ചുകൂടി പഴുത്ത് വന്നാൽ നല്ല മധുരമാണ്. അതിൻ്റെ ഇടയിൽ മാജിന് ഇറങ്ങി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അവനിന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അവൻ്റെ ഫ്രണ്ട് ഷാനിബിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഷാനിബ് ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനായിട്ടാണ് മാജിനൊക്കെ പോകുന്നത്. ഇടയ്ക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെയിൽ ഏൽക്കാത്തത് കൊണ്ട് തന്നെ നനയൊക്കെ ഇത്തിരി കൂടിപ്പോയത് കൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഇലകൾ മഞ്ഞ നിറാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നുകിൽ ഇതിൻ്റെ നന കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായി വെയിലടിക്കുന്നില്ല എന്നൊക്കെ, വെയിൽ കിട്ടുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ കൂടി വെയിലിൻ്റെ ആവശ്യം അത്യാവശ്യമാണ് കേട്ടോ.
ഇപ്പം ഞാനതിൻ്റെ ഇലകളൊക്കെ വെട്ടി മാറ്റി ആവശ്യത്തിന് നനയും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് തിരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ മന്തിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അതങ്ങനെ ബാക്കി കിടപ്പുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഉച്ചഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി. അപ്പോൾ ഹസ്ബൻഡിന് മന്തി ഇഷ്ടം കുറവായതുകൊണ്ട് തന്നെ അദ്ദേഹം ഫ്രഷ് ഭക്ഷണം മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ മാജിൻ തന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്തുള്ള കായൽത്തീരം റെസ്റ്റോറൻ്റാണ്. നല്ല ബിരിയാണി തന്നെ ആയിരുന്നു. മുറ്റത്തിൽ നിന്ന് കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഈ ഫ്ലവർ വേസിൽ ഇട്ട് വെക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ബോട്ടിലാണ്. ഇതിന് ജാസ്മിൻ എന്തൊക്കെയോ ഡിസൈനൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചതാണ്. ഞങ്ങളുടെ വീട്ടിലെ മുയൽക്കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളെ വിട്ടുപോയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അതിൻ്റെ വിഷമം മാറ്റാൻ മറവാൻ ഇന്ന് പുതിയ മുയൽക്കുഞ്ഞുങ്ങളെയും മറ്റും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. ഏതായാലും അത് വാങ്ങിക്കാൻ പോകേണ്ടതുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് രാവിലെ കൂട് തുറന്ന് പുറത്തിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അപ്പൂസ് കൂട്ടിനകത്താക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് വണ്ടിയുടെ ടയർ എയർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. ഇന്ന് ഞങ്ങൾ പോകുന്ന പെറ്റ് ഷോപ്പ് കണ്ണൂർ മാർക്കറ്റിനടുത്തുള്ളതാണ്. അവിടെ നിന്ന് മുയലിനെയും കുറച്ച് പ്രാക്കളെയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ഈ പ്രാവിനെയും മുയലിനെയും ഒക്കെ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നത്. ആ കുട്ടീൻ്റെ വർക്കൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവർ ആ ഓണറിൻ്റെ മകളോ അങ്ങനെ എന്തോ ആണ്. മിടുക്കി കുട്ടിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പയ്യാമ്പലം ബീച്ചിലേക്കായിരുന്നു പോയത്. ഹസ്ബൻഡിന് ഇടയ്ക്കിടയ്ക്ക് പയ്യാമ്പലം ബീച്ചിൽ വരുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെയാണെങ്കിൽ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കണം ധാരാളം ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ചിരണ്ടി ഐസ് കടയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അപ്പൂസൊക്കെ ചിരണ്ടി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം തീരത്തിരുന്നു. നല്ല സീനറി ആയിരുന്നു. ഒരു വലിയ സ്ക്രീനിലേക്ക് നോക്കുന്നത് പോലെയുള്ള കാഴ്ചയാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ ഫുട്പാത്തിലിരുന്നാൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. സന്ധ്യാകാറായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ പോയിട്ട് വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ജയിൽ ചപ്പാത്തി വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഇവിടുത്തെ ചപ്പാത്തി വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഫ്രീസറിലൊക്കെ വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാനും നല്ലതാണ്. ഞാൻ പോകും മുമ്പേ കുറച്ച് ഫ്രൈഡ് റൈസ് കൂടി തയ്യാറാക്കി വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ആ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ ഞാൻ അതിനായിട്ട് ബസ്മതി റൈസ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തു.
2-3 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കവും ക്യാരറ്റും കുറച്ച് സ്പ്രിംഗ് ഓണിയനുമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലി സോസ് കൂടി ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഗ്രീൻ ചില്ലീസ് ഞാനൊന്ന് ഗ്രൈൻഡറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2-3 ചില്ലീസ് മതിയാകും നമ്മൾ ഈ തയ്യാറാക്കുന്ന ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. നന്നായിട്ട് അരച്ചെടുത്ത ഗ്രീൻ ചില്ലീസിലേക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞൊഴിച്ചാൽ നമ്മുടെ ചില്ലി സോസ് റെഡിയായി. ഇനി പാത്രത്തിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്ത് അതൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്ന നേരത്തേക്ക് നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഗ്രീൻ ചില്ലി പേസ്റ്റും സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ അരി വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തണുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 കപ്പ് റൈസ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി തൂവിക്കൊടുത്താൽ നമ്മുടെ ഈസി വെജ് ഫ്രൈഡ് റൈസ് റെഡിയായി. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായത്തിന് ഞാൻ വലിയ വില കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.